പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് പാർട്ട് 2 ആണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്ന പാർട്ട് 1 ഉണ്ട്. അതെല്ലാവരും കണ്ടിട്ട് വേണം ഇത് കാണാൻ. വാട്ടാ സംഘിൻ്റെ ഏറ്റവും മനോഹരമായ ടെമ്പിളിലേക്കാണ് നമ്മൾ എത്തുന്നത്. എല്ലാം മനോഹരം തന്നെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇങ്ങനെ വണ്ടികളുണ്ടെന്ന്. നമ്മുടെ ഈ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടാക്കും. അത് ഓരോ ടെമ്പിളിൻ്റെ അടുത്തും കൊണ്ടുപോയിട്ട് അവർ തന്നെ പിന്നെ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് പോകും. അപ്പം സ്വന്തമായിട്ട് വണ്ടിയുള്ളവർക്ക് പ്രശ്നമില്ല, നമുക്ക് തന്നെ കറങ്ങി നടന്ന് കാണാം. അങ്ങനെ ഈ ഗോൾഡൻ കാസ്റ്റലിൻ്റെ അകത്തേക്ക് കയറിയാണ് ഞങ്ങൾ. ഇങ്ങനെ തന്നെ 4 സൈഡ് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. എന്നാലും ഇതാണ് മെയിൻ ഓപ്പൺ. ഈ പ്രതിമ നിൽക്കുന്നതുണ്ടോ, ഞാൻ ആ നിൽക്കുന്നതെല്ലാം ഡോറാണ്, ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന. അങ്ങ് വരെയും ഈ ചുറ്റിനും കൊടുത്തിരിക്കുന്ന എല്ലാം ഡോറ് മാത്രമാണ്. കണ്ടോ, അതിലെ പ്രതിമയൊക്കെ കണ്ടോ, എന്ത് ഭംഗിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കയറുന്ന ആ 2-3 സൈഡുകളെല്ലാം ഓപ്പൺ ആക്കി ഇട്ടേക്കുകയാണ്. അതായത് ഇവിടെയൊക്കെ എന്ന് വെച്ചാൽ ക്ലോസ് ചെയ്തേക്കുകയാണ്. അത് ഫുള്ള് ഡോറുകളാണ് കേട്ടോ. കണ്ട മുകളിലേക്ക് ആളുകൾ കയറുന്നുണ്ടോ, നമുക്കിത് ഇവിടെ വെച്ചൊരു ക്ലോസ് ചെയ്തേക്കുകയാണ്. അപ്പുറത്തൂടെ കറങ്ങി വന്ന് വേണം മുകളിൽ കയറാൻ. അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബുദ്ധ പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നേർച്ചയൊക്കെ അവിടെ നമ്മൾ അപ്പുറത്ത് കണ്ടതുപോലെ തന്നെയുള്ള നേർച്ചകളൊക്കെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് മുകളിലേക്ക് കയറാമെന്ന്. താഴെ നമുക്ക് ആ ഒരു ബുദ്ധൻ്റെ പ്രതിമ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ അലങ്കാരങ്ങളൊക്കെ ഉള്ളൂ. മുകളിലാണ് ശരിക്കും ഒരുപാട് പ്രതിമകളൊക്കെ ഇരിക്കുന്നത്. ശരിക്കും ഇതെന്ന് പറയുന്നത് ഒരു 10 ടെമ്പിളുകൾ ചേരുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നെറ്റിലൊക്കെ അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എവിടെ നോക്കിയാലും പ്രതിമകൾ തന്നെ ബുദ്ധൻ്റെ. ഒരുപാട് പഴക്കമൊക്കെയുള്ള കണ്ടോ, ഒത്തിരി പഴക്കമുള്ളതും അങ്ങനെയൊക്കെ ഏത് രീതിയിലുള്ള ബുദ്ധന്മാരെ പ്രതിമകളാണ് അവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല. കണ്ടോ, ഒരുപാട് പഴയ കാലത്തേക്കാണ് കേട്ടോ. അത് ഒരു മ്യൂസിയം പോലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടത്. എല്ലാം ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. എല്ലാം ഗ്ലാസ് പെട്ടിക്കകത്താണ് കണ്ടോ. ഗ്ലാസ്സിലിങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു എമറാൾഡ് ബുദ്ധൻ ഇരിപ്പുണ്ട്. ഒരു ചെറിയൊരു ബുദ്ധനാണ്. ഒരുപാട് സ്ട്രക്ചർ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് താഴേക്ക് ഇറങ്ങി. കയറി വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ആളുകളൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു വ്യൂ ഉണ്ടോ, താജ്മഹലിൻ്റെ അവിടെയൊക്കെ നിന്ന് നോക്കുന്നതിനൊക്കെ ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. അങ്ങനെ ഞാൻ കോർണറിലൊക്കെ നിന്നൊരു വ്യൂ ഒക്കെ എടുത്തു. ഇതിൻ്റെ ഓപ്പോസിറ്റും ഒക്കെ ടെമ്പിളിൻ്റെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഏകദേശം 10 ടെമ്പിൾ ഇതിൻ്റെ അകത്തുണ്ട്. റീകൺസ്ട്രക്ഷൻ നടക്കുകയാണ് കേട്ടോ. കണ്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലേക്ക് നടന്നു. അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ പോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഓപ്പൺ ചെയ്തിട്ടില്ല, അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ പണി നടക്കുന്ന അങ്ങോട്ട് പോകാമെന്ന് കരുതി. ഭയങ്കര ഉയരമാണ് കേട്ടോ. നമ്മൾ അടുത്തെത്തുമ്പോഴത്തേക്ക് ഇതിനൊക്കെ ഭയങ്കര ഉയരമാണ്. അതിൻ്റെ അകത്തൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് വരുന്നവർക്ക് ഇതിലെല്ലാം കയറാനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കും. അതിൻ്റെ മുറ്റത്ത് നിന്ന് നമ്മളിപ്പോൾ കയറിയ ആ ഗോൾഡൻ കാസ്റ്റലിൻ്റെ വ്യൂ ആണ് കേട്ടോ. നല്ല വിശാലമായി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. നല്ല പൊരി വെയിലുമാണ്. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇവിടെ തായ്ലൻഡിൽ നല്ല ചൂടാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ ആ ബാക്ക് സൈഡിലാണ് എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റോഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കറങ്ങിയെല്ലാം നോക്കാൻ പറ്റും. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.